ഹരേ കൃഷ്ണ. വൃശ്ചികത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഗുരുവായൂർ ഏകാദശി എല്ലാ ഏകാദശികളിൽ വെച്ച് വലിയ പ്രാധാന്യമുള്ള ഏകാദശിയാണ്. ഈ ഏകാദശിയുടെ കഥ പറഞ്ഞുതരാം. അതിഭയങ്കരനായ മുരാസുരൻ ദേവന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദേവലോകത്തു നിന്നും ദേവന്മാരെ പുറത്താക്കി. ദേവന്മാർ പരമശിവനെ ആശ്രയിച്ചു. പരമശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഒടുവിൽ മുരൻ മഹാവിഷ്ണുവിനെയും യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. എന്നാൽ മുരൻ തന്നെ ഒരു സ്ത്രീക്കല്ലാതെ മറ്റാർക്കും വധിക്കാൻ സാധിക്കരുതെന്ന് വരം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ മുരനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ദേവന്മാരെല്ലാം ക്ഷീണിതരായി. ഇത് മനസ്സിലാക്കിയ മഹാവിഷ്ണു ബദരീകാശ്രമത്തിലേക്ക് പോയി ധ്യാനത്തിലാണ്ടു. എന്നാൽ പിന്തുടർന്നെത്തിയ മുരാസുരൻ ധ്യാനത്തിലായിരുന്ന വിഷ്ണു ഭഗവാനെ ആക്രമിക്കാനൊരുങ്ങി. ആ സമയം ഭഗവാന്റെ യോഗശക്തിയിൽ നിന്നും ദിവ്യ തേജസ്സോടുകൂടി ആയുധധാരിയും പരാക്രമിയുമായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും അസുരനെ വധിക്കുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ വധിക്കപ്പെട്ട അസുരനെ കണ്ട മഹാവിഷ്ണു സന്തുഷ്ടനായി. ഏകാദശി ദിനത്തിൽ ജനിച്ച ആ ദേവിയെ ഏകാദശി ദേവി എന്ന് വിളിച്ചു. ഇഷ്ടവരം ദേവിയോട് ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു. ഇതിന് ദേവി തൻ്റെ പേരിൽ എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഒരു വ്രതം വേണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടു. അപ്രകാരമാണ് ഏകാദശി വ്രതം ആരംഭിച്ചത്. ഭഗവതി ഭഗവാനോട് ചോദിച്ചു വാങ്ങിയ വരമാണിത്. ആ ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാർ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും മോക്ഷം ലഭിക്കുക എന്നതാണ് ഗുരുവായൂർ ഏകാദശി. ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്തെന്നാൽ ഏകാദശി ദിവസമാണ് ഗുരുവായൂരിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നു വീണ അർജുനന് ഗീത ഉപദേശിച്ചതും ഈ ഏകാദശി ദിവസമാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണം എഴുതി സമർപ്പിച്ചതും ഈ ഏകാദശി ദിവസമാണ് എന്നതാണ് വിശ്വാസം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം പോയിട്ട് ശബ്ദം തിരിച്ചു കിട്ടിയതും ഈ ഒരു ഏകാദശി ദിവസമാണ്. പിന്നെ ഗുരുവായൂരിലെ കേശവൻ എന്ന ആന ചെരിഞ്ഞതും ഈ ഒരു ഏകാദശി ദിവസമായിരുന്നു. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. കഴിവതും എല്ലാവരും ഏകാദശി വ്രതമെടുക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം. ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം. നാരായണ 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 നാമം. നാരായണ 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 നാമം. എല്ലാവരും ഏകാദശി ദിവസം കഴിവതും എത്രത്തോളം നാരായണ നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ.